കേരള സംസ്ഥാന പോലീസ് സേനയുടെ ചരിത്രത്തിൽ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ അഴിച്ചുപണിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ക്രമസമാധാന പരിപാലനത്തിനും ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളിലും പാടെ പരാജയപ്പെട്ട മുൻ ഇടത് സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ അഴിച്ചുപണി. മുൻപ് രാഷ്ട്രീയ പ്രതികാര ബുദ്ധിയോടെയും പക്ഷാപാതപരമായും മികച്ച ഉദ്യോഗസ്ഥരെ തഴഞ്ഞിരുന്ന LDF ഭരണശൈലിക്ക് വിരുദ്ധമായി അർഹതയും കാര്യക്ഷമതയുമുള്ള മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ നിർണായക പദവികളിലേക്ക് തിരികെ എത്തിച്ചിരിക്കുകയാണ് UDF സർക്കാർ. ADGP തലം മുതൽ SP-മാർ വരെയുള്ള 30ഓളം മുതിർന്ന ഉദ്യോഗസ്ഥർക്കാണ് പുതിയ നിയമനം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് കടുത്ത അവഗണനയും രാഷ്ട്രീയ വേട്ടയാടലും നേരിടേണ്ടി വന്ന ഉദ്യോഗസ്ഥനാണ് P. വിജയൻ. എന്നാൽ ഇന്റലിജൻസ് വിഭാഗം മേധാവിയായിരുന്ന അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുള്ള പുതിയ ADGP-യായി നിയമിച്ചതിലൂടെ മുൻ സർക്കാരിന്റെ താൽപര്യങ്ങൾക്കേറ്റ വലിയൊരു പ്രഹരമാണ്. ക്രമസമാധാന ചുമതലയ്ക്ക് പുറമെ അതീവ പ്രാധാന്യമുള്ള സൈബർ സെല്ലിന്റെ അധിക ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. LDF സർക്കാരിന്റെ കാലത്ത് പോലീസിനെ സ്വന്തം പാർട്ടി ഗുണ്ടകളെ പോലെയും രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായുള്ള ആയുധമായി ഉപയോഗിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരുന്നു. ഗുണ്ടാവിളിയാട്ടങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും സൈബർ കുറ്റകൃത്യങ്ങളും പെരുകിയപ്പോൾ തികച്ചും നിഷ്ക്രിയമായിരുന്ന ആഭ്യന്തര വകുപ്പിനെ ശുദ്ധീകരിക്കാനുള്ള ശക്തമായ നീക്കമാണ് P. വിജയന്റെ ഈ നിയമനം കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ മുൻ സർക്കാരിന്റെ വിശ്വസ്തനായിരുന്ന ADGP S. ശ്രീജിത്തിനെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ചുമതലയിൽ നിന്നും മാറ്റി ജയിൽ ADGP-യായി നിയമിച്ചതും ശ്രദ്ധേയമാണ്. മുന്നിടത് ഭരണകാലത്ത് ചില പ്രത്യേക രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പല ഉദ്യോഗസ്ഥർക്കും അവരുടെ തസ്തികകളിൽ അമിതമായ അധികാരങ്ങൾ നൽകിയിരുന്നു. അത്തരത്തിലുള്ള വഴിവിട്ട സ്വാധീനങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റം. ജയിൽ മേധാവി സ്ഥാനത്ത് നിന്ന് ബൽറാം കുമാർ ഉപാധ്യായെ മാറ്റി സായുധ പോലീസ് ബറ്റാലിയൻ ADGP-യായും H. വെങ്കടേഷിന് ക്രൈംബ്രാഞ്ച് ADGP-യുടെ പൂർണ്ണ ചുമതല നൽകിയും ഉത്തരവായിട്ടുണ്ട്. സായുധ പോലീസ് ബറ്റാലിയനിൽ നിന്ന് മാറ്റി ദിനേന്ദ്ര കശ്യപിനെ ഇന്റലിജൻസ് ADGP-യാക്കിയതും പോലീസ് സേനയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ചുവടുവയ്പ്പാണ്. ഈ അഴിച്ചുപണിയിൽ ഏറ്റവും നിർണായകവും LDF ക്യാമ്പുകളെ അസ്വസ്ഥമാക്കുന്നതുമായ തീരുമാനം AP ഷൗക്കത്ത് അലിയെ കോഴിക്കോട്ട് സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചതാണ്. IPS ലഭിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മുന്നിടത് സർക്കാർ ഷൗക്കത്ത് അലിക്കും ഷാജി സുഗുണനും ക്രമസമാധാന ചുമതലകൾ നൽകാതെ മനഃപൂർവ്വം മാറ്റി നിർത്തിയിരുന്നു. കേരളത്തെ പിടിച്ചുലച്ച TP ചന്ദ്രശേഖരൻ വധക്കേസിന്റെ അന്വേഷണ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് ഷൗക്കത്ത് അലി. CPM നേതൃത്വത്തിന്റെ അറിവോടും ഗൂഢാലോചനയോടും കൂടിയാണ് ആ ക്രൂരമായ കൊലപാതകം നടന്നതെന്ന് കൃത്യമായ അന്വേഷണത്തിലൂടെ തെളിയിച്ച വ്യക്തിയാണ് അദ്ദേഹം. LDF സർക്കാരിന്റെ കണ്ണിലെ കരടായിരുന്ന ഷൗക്കത്ത് അലിക്ക് കോഴിക്കോട് പോലെയുള്ള ഒരു സുപ്രധാന നഗരത്തിന്റെ ചുമതല നൽകിയത് UDF-ന്റെ കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ്. തങ്ങളുടെ പാർട്ടി നേതാക്കളെയും കൊലയാളി സംഘങ്ങളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥരോട് കടുത്ത പ്രതികാര മനോഭാവമായിരുന്നു LDF സർക്കാർ വെച്ചുപുലർത്തിയിരുന്നത്. ഭരണം കയ്യിലുണ്ടായിരുന്ന 10 വർഷവും ഇത്തരം കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരെ ലൂപ്പ് ലൈനിലേക്ക് മാറ്റുകയും പാർട്ടി ദാസന്മാരായ ഉദ്യോഗസ്ഥർക്ക് താക്കോൽ സ്ഥാനങ്ങൾ നൽകി ആഭ്യന്തര വകുപ്പിനെ പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിക്കുകയുമാണ് അവർ ചെയ്തത്. എന്നാൽ ഈ അഴിച്ചുപണിയിലൂടെ കഴിവുള്ള ഉദ്യോഗസ്ഥർക്ക് അർഹമായ പരിഗണന നൽകി പോലീസിന്റെ മനോവീര്യം വീണ്ടെടുക്കാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നത്. മുൻ LDF സർക്കാർ നടപ്പാക്കിയ രാഷ്ട്രീയ അജണ്ടകളെയും ഉദ്യോഗസ്ഥ വേട്ടയാടലുകളെയും പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് VD സർക്കാരിന്റെ ഈ നടപടി.